ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ അവര് എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ലോ, ആരും തിന്ന ചോറ് നന്ദി കാണിക്കാത്ത കാലം അത്രേ ഉള്ളൂ. അങ്ങനെ അതിപ്പോ മക്കളെല്ലാം പറയാം അങ്ങനത്തെ ഒരു കാര്യമല്ല. ഉപ്പും മുളകും ലൈറ്റ്. ആദ്യത്തെ 2 കുട്ടികളുടെ നല്ല ഏജ് ഡിഫറൻസിലാണ് താഴെയുള്ള 2 കുഞ്ഞുങ്ങൾ. മൊത്തം 4 കുട്ടികളാണ്. ആദ്യത്തെ പെൺകുട്ടി സ്വന്തം ഇഷ്ടത്തിലൊരാളുമായിട്ട് ഒളിച്ചോടി വിവാഹിതയാവുന്നു. രണ്ടാമത്തെ പെൺകുട്ടി വിവാഹം ആലോചിച്ചുറപ്പിച്ചിരിക്കെ ഭാവിവരനുമായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരും ഇങ്ങനെ വിവാഹം കഴിക്കുന്നു. മാതാപിതാക്കളും ഭാവിവരനും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു കാരണം. എന്തായാലും രണ്ടാമത്തെ കുട്ടിയുടെ വിവാഹാനന്തരം അവർക്ക് അഭയം കൊടുക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാരാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കുട്ടിയുടെ മുത്തശ്ശൻ മരിക്കുകയും ആ ഒരു മരണമൊക്കെ ഒരു വീട്ടിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒന്നാവുമല്ലോ. അങ്ങനെ അവർ ഒന്നാവുന്നു. ഇത് വരൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമാവുന്നില്ല. അവിടെ നിന്ന് അവർക്ക് ഇറങ്ങേണ്ടി വരുന്നു. എന്തായാലും ഈ ചെക്കൻ്റെ അമ്മ, രണ്ടാമത്തെ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഗൾഫിലേക്ക് പോകുന്നു. ഈ സന്ദർഭത്തിൽ അതായത് അവർ ഗൾഫിലേക്ക് പോയി അവരുടെ ഭർത്താവിൻ്റെ കൂടെ വിസിറ്റിങ്ങിന് ഇരുന്ന് അവരിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അമ്മയെ കാണാൻ പോകുന്നില്ല എന്ന് ഈ രണ്ടാമത്തെ പെൺകുട്ടിയോടും ഭർത്താവിനോടും. അവരിപ്പോൾ സ്റ്റേ ചെയ്യണത് ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ്. ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഒരു മരുമകളെ കാണാൻ ആ അമ്മ വന്നില്ല? ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പതിവാണല്ലോ. എന്തായാലും അതിനെ പറ്റിയിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ അമ്മയെ കാണാൻ പോയോ? ഇതുപോലെ തന്നെ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അമ്മ നാട്ടിൽ വന്നിട്ട് പോയില്ലേ, അമ്മ കുഞ്ഞിനെ കാണാൻ എന്താ വന്നില്ലേ? ക്വസ്റ്റ്യൻസാണ്. അത് നമ്മ ഒരു എന്താ പറയാ, ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂസ് നമ്മളെ അല്ലെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് അവിടെ നിങ്ങൾ വരാൻ പറ്റില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മള് ഇപ്പൊ കൊറേ കണ്ടു നാട്ടിൽ വന്ന് അറിഞ്ഞില്ലേ, നിങ്ങൾ പോകുന്നില്ലേ, നമ്മൾ അറിയാണ്ടിരുന്നിട്ടൊന്നുമില്ല. നമുക്ക് പോവാൻ പറ്റാത്തത് തിരക്കൊണ്ടല്ല, ഇഷ്യൂസ്, പ്രോബ്ലംസ്, അതായത് ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ്. അത് ഈ സ്വയം പല്ല് കുത്തി നാട്ടിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറയാനുള്ളൂ. കാരണം അല്ലെ, നമ്മളെ തന്നെ സ്വയം പല്ല് കുത്തി നാട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കേടും. അത് പുറത്തുള്ള ആൾക്കാർ അത് കൈകുത്തി രസിക്കാനും ചിരിക്കാനും ഇതുപോലെ കമന്റുകൾ ഇടാനും പറഞ്ഞ ഈ കമന്റൊക്കെ ഇടുന്നില്ലേ, എല്ലാരും മനസ്സിലായി തന്നെ വരുന്നത്. ബിക്കോസ് 100% ഉറപ്പാണ് എന്തെങ്കിലും കാര്യങ്ങളൊന്നും മനസ്സിലാവേണ്ടിയിരിക്കേണ്ട ആവശ്യമില്ല. വന്ന പോവാണ്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അതാലോചിച്ചറിയാലോ. നമ്മൾ പറയണ്ടെന്ന് വെച്ചിട്ട് ഇതിൽ മാത്രമല്ല, ഞങ്ങൾ ഷോർട്ട് വീഡിയോസിലും ഫുൾ വീഡിയോസിലും കുറെ ഒരു മാസത്തോളം, ഒരു മാസം ഇപ്പൊ വന്നതിന് ശേഷം അല്ല അങ്ങനെ ചോദിക്കാറുണ്ട് അമ്മയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ. അല്ല, നമ്മൾ പരമാവധി പറയണ്ട വെച്ചിട്ട് പോയതാണ്. വേറെ ഒന്നല്ല, നമുക്ക് പറയണ്ടെന്ന് വെച്ചിട്ടാണ് പോയതാ. നമുക്ക് പറയേണ്ടത് നമ്മൾ പറയുന്ന മാത്രം. അത് വലിയൊരു ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ള കുറെ നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇഷ്യൂസ് ആണ്. പിന്നെ ഒരു കാര്യം പറയാം, എന്ത് പറഞ്ഞാൽ ചിലപ്പോ കല്യാണം കഴിഞ്ഞ് വന്ന് പെണ്ണിനെ കുറ്റം പറയും. ഞാനിപ്പോ നീ ഏട്ടനെ മനസ്സ് മാറ്റിയതാണ്, അങ്ങനെയാണെന്ന് പറയും. ഞാനൊരു കാര്യം പറയാം, LKG പഠിക്കുന്ന ഒരു കുട്ടിയല്ല. ഈ മനസ്സ് ഞാൻ മാറ്റാനും ഞാൻ പറഞ്ഞു കൊടുത്ത് അത് കയറ്റി അതിലേക്ക് ആവാനും. ഏട്ടനൊരു 10-29 വയസ്സായ ഒരാളാണ്. അതല്ല, എന്നെ കൂടെ പറയുന്നുണ്ട്, എല്ലാരും പറയ പെണ്ണുങ്ങൾ തന്നെ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാട്ടാ, 29 വയസ്സായ ആളാണല്ലോ. അപ്പൊ അവർക്ക് അവരുടേതായ കാര്യങ്ങളും പിന്നെ ഈ പ്രശ്നത്തെ ഇഷ്യൂസിന് ഞാനെല്ലാം മെയിനുന്നു. അപ്പൊ നമുക്ക് അത് വന്ന് വരുന്നതും പോണതും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളിപ്പത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ പോകുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് ഓവറായിട്ട് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ സമയമല്ല. ഇനി രണ്ടാമത്തെ കുട്ടിയുടെ വരൻ്റെ വീട്ടുകാരെ പറ്റി പറയുമ്പോൾ, ഈ വരൻ ഉൾപ്പെടെ അവർക്ക് 2 ആൺമക്കളാണ്. ആ 2 ആൺമക്കളിൽ മൂത്തവനാണ് ഈ കുട്ടിയുടെ ഹസ്ബൻഡ്. എന്തായാലും ഈ കുട്ടി ഗർഭിണിയായിരിക്കുമ്പോൾ, ഒരു മരുമകൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ ബഹളങ്ങളുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ച കുറവെന്ന് പറയുന്നത് മെയിനായിട്ട് ഈ കുട്ടി മുത്തശ്ശൻ മരിച്ചപ്പോൾ കാണാൻ വന്നു. അതോടുകൂടി അവർ മകനെ അടക്കം പുറത്താക്കുകയാണ്. അപ്പോൾ ഒരു മകൻ്റെ ഭാര്യ, ആദ്യമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന പേരക്കുട്ടി, ആ ഒരു നല്ലൊരു സമയത്തൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാതെ, ഈ അമ്മ നാട്ടിൽ വന്നിട്ടും അവരെ മരുമകളെ ഒന്ന് കാണാൻ വരാതെ, വെറും വാശി, ഈഗോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ആ മകന് വിഷമമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിലവൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും ഞങ്ങളെ വേണമെങ്കിൽ ഇവിടെ കയറ്റാതിരിക്കാം, പക്ഷെ അവരത് ചെയ്യുന്നില്ല. അവർ ഞങ്ങളെ സർവാത്മന സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കയറ്റുന്നുണ്ട്, ഞങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്നതൊക്കെ അവരുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ്.
എന്തുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് തോന്നുന്നില്ല? ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആവശ്യപ്പെടുന്ന സമയത്ത് സഹായം കൊടുക്കുക. ഒരു അച്ഛനും അമ്മയും എന്നുള്ള നിലയ്ക്ക് മകൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കുന്നു, മകൻ വേണ്ട നല്ല രീതിയിൽ കടവ് നടത്തിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാലും ഈ സീസണലായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള അവരുടെ വരുമാനക്കുറവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ ജീവിതം പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കടമ എങ്ങനെ ആയിക്കോട്ടെ ആ കുട്ടി തിരിച്ചാ കുട്ടർ മുത്തശ്ശനെ കാണാൻ പോയി എന്നുള്ള ഒരൊറ്റ കാര്യം പിടിച്ച് ബന്ധുക്കളൊക്കെ അവരെ ഒറ്റപ്പെടുത്തും എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ച് ആ കുട്ടിയെ, അതായത് ഈ മരുമകളെ കാണാതിരിക്കുന്നു. ആ മരുമകളുടെ ആരോഗ്യം, മാനസിക ആരോഗ്യം, ഇതൊക്കെ ഒരു പക്ഷേ അവരുടെ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും പിന്തുണ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാം മറന്ന് ആ കുട്ടിയുടെ അടുത്ത് എത്താനോ കുറച്ച് നേരം അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കാനോ മകനും മരുമകളെയും വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകാനോ ഒന്നും ആ അമ്മ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ആ അമ്മയെ അല്ലെങ്കിൽ ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം മകനെ നമ്മൾ വിവാഹത്തിൻ്റെ സമയത്ത് അവനെ നമ്മൾ ഒപ്പം ചേർത്ത് നിർത്തി. അതിന് പകരമായിട്ട് അവൻ്റെ ഭാര്യ വീട്ടുകാരുടെ അവിടെ ഒരു മരണം സംഭവിച്ചപ്പോൾ ഞങ്ങളുടെ സമ്മതമോ അറിവോ ഇല്ലാതെ പോയി എന്നുള്ള ആ ഒരു ഈഗോ തീർച്ചയായിട്ടും ഈ മകന് സങ്കടം ഉണ്ടാവും. കാരണം അവൻ ജനിച്ച് വളർന്ന ആ വീടും പരിസരമൊക്കെ വിട്ട് അവന് ഇവിടെ താമസിക്കേണ്ടി വരിക. ഈ മരുമകൾക്കും സങ്കടം ഉണ്ടാവും. പക്ഷേ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി ഇതിനെ പറ്റിയിട്ട്, അതായത് ഈ അച്ഛനും അമ്മയും അഭയം കൊടുത്തു, ആ അച്ഛനും അമ്മയും അവരെ പുറത്തിറക്കി വിട്ടു. രണ്ടുപേരും ചെയ്തത് ഒരേ സമയം തന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒരച്ഛനും അമ്മയും ആ മകനെ വിവാഹത്തിൻ്റെ സമയത്ത് സപ്പോർട്ട് ചെയ്തെങ്കിലും അവന് ഏറ്റവും ആവശ്യം വേണ്ട സമയത്ത്, അവൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടുള്ള സമയത്ത്, അവനാകെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് അവരെ പുറത്തേക്ക് ഇറക്കി വിടുന്നു. മറ്റേ അച്ഛനും അമ്മയും വിവാഹത്തിൻ്റെ സമയത്ത് പിന്തുണച്ചില്ലെങ്കിലും ഇപ്പോൾ അവരെ പിന്തുണയ്ക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ കാരണമായിട്ട് ചില കാര്യങ്ങൾ ആ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ മകൾക്ക് അവർ സപ്പോർട്ട് കൊടുത്തതെന്നുള്ളത് നമുക്ക് അതൊന്ന് കേൾക്കാം. പിന്നെ പറഞ്ഞു മൊത്ത കുഞ്ഞിന് കൂടിയിട്ടാണ് പൊന്നിനുണ്ട് അപ്പൊ അതിന്റെ വായിക്കുമ്പോ അതും പറയാം അമ്മ ഞാൻ കാരണം പറയണം അമ്മ എല്ലാവരും അതിന്റെ മനസ്സ് മേൽപ്പിച്ചത് അത് എന്ത് കാരണം അത് ഇവിടെ വന്നു. അതിന്റെ ഒരു അവസ്ഥ, അതിന്റെ ഒരു സാഹചര്യം മുന്നേ അത് ഇവിടെ എത്തി. അപ്പൊ അത് അവിടെ നിക്കട്ടെ, അവിടെ പ്രസവം തീരെ ഭാഗ്യമില്ലാത്ത ഒരാള് അത്രയുള്ള അവൾക്ക് ഈ പറഞ്ഞ മാതിരി ചെറുപ്പത്തിൽ തന്നെ വലിയൊരു അസുഖം കൊടുത്ത് ഇരട്ടി വേദന നമ്മള് തിന്നു, കൊറേ വേദന. 29 ഇഞ്ചക്ഷൻ നട്ടല് മുക്കി അടിക്കാന്ന് വെച്ചാൽ നിസ്സാര കാലം. നട്ടലിന് പ്രസവത്തിന് സിസേറിയനിൽ നട്ടല് അതുപോലെ വളച്ചിച്ച് 29 ഇഞ്ചക്ഷനാണ് കുഞ്ഞിന് നട്ടലിന് അടിച്ചിരുന്നത്. ഇപ്പൊ കുഞ്ഞിനെ കാണുമ്പോൾ ക്ഷീണിച്ചിട്ട് നിങ്ങളൊരു വൃത്തിയിരുന്നിട്ട് ചെറിയ വൃത്തി കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമുണ്ടാവും. വേറൊരാളെ പറ്റിയിട്ട് ഷൈപ്പാണ്, അതായത് എന്ത് ഷൈപ്പാണ് അത് മനുഷ്യരല്ലേ, അത് മനുഷ്യരല്ലേ. ഞാൻ എന്റെ മക്കളെ പറഞ്ഞോണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. എന്നാലും അവർക്ക് അത് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. കേട്ടല്ലോ ആ അച്ഛനും അമ്മയും പറയുന്നത്. ആ മകള് ഒരു കാലത്ത്, അതായത് ആ കുട്ടിയുടെ ഏറ്റവും ചെറുപ്പകാലത്ത് കുട്ടി ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിനെ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. ആ തീരെ ചെറിയ കുഞ്ഞിൻ്റെ നട്ടലിൽ കൂടെ 21 പ്രാവശ്യം 21 ഇഞ്ചക്ഷൻ, എത്രമാത്രം, അതായത് കീമോ ചെയ്ത കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ ആ കുട്ടി ജീവിതത്തിൽ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധിയാണ്. ഇപ്പോഴും ആ കുട്ടി ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് വയറധികമൊന്നുമില്ല, തടിയില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ആ കുട്ടിയെ ശാരീരികമായിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. രേണുസുധിയുടെ പോലെയായി ഒരച്ഛനമ്മ എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ, അതായത് ആ മകളാണ് അവർ അത്രയും അവരുടെ ആ മകളുടെ രോഗാവസ്ഥയിൽ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കും. എല്ലാ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ സഹതാപവും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാവുക എന്തൊക്കെയായാലും വയ്യാത്ത കുട്ടിയുടെ നേരെയല്ല. അപ്പോൾ മൂത്ത കുട്ടി ഓണത്തിന് വരില്ല എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് പൊന്നു നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നില്ല, എന്തുകൊണ്ട് അവൾ ഓണത്തിന് വരുന്നില്ല എന്നുള്ള ചോദ്യത്തിനൊക്കെ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. പൊന്നുവിനെ എന്താണ് നിങ്ങളുടെ വ്ളോഗിൽ കാണാത്തത്? നിങ്ങൾക്ക് അറിയാലോ എന്താണെന്ന്. എനിക്ക് അറിയില്ല സത്യമാണ്. ഞാൻ ഇവിടെ ഉണ്ടാവില്ല അമ്മ, ചിലപ്പോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടില് ഭക്ഷണം വെക്കാനാണ്, ഞങ്ങൾക്ക് അതാണ്. അത് അവരെ ആഗ്രഹങ്ങളല്ല, എല്ലാവർക്കും ഒരാഗ്രഹം. ഓക്കെ ഉറപ്പ് പറയില്ല, 199% ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ആഗ്രഹിക്കാൻ. അവരെന്തുകൊണ്ട് സ്വന്തം കുടുംബകാര്യം, എന്തുകൊണ്ട് പൊന്നു വരുന്നില്ല, ഓണത്തിന് എല്ലാവരും ഒന്നിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരു സീരിയലിൻ്റെ തലക്കെട്ടോട് കൂടി വന്നതിൻ്റെ പ്രധാന കാരണം അവർക്കറിയാം ഓണത്തിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ പൊന്നു എവിടെ എന്നുള്ള കമൻറ്റ് ഉണ്ടാവും. എന്തായാലും പൊന്നു എന്ന് പറയുന്ന ആ കുട്ടിയും ഭർത്താവും കുഞ്ഞുമായിട്ട് ഇവർക്ക് പ്രകടമായിട്ടുള്ള നീരസം ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിനിപ്പോൾ ഇവർ എത്ര ഹൈഡ് ചെയ്താലും
അമ്മ പറയുന്നു എനിക്കറിയില്ല, അച്ഛൻ പറയുന്നു തിന്ന ചോറിന് നന്ദി കാണിച്ചില്ല, ആര് തിന്ന് ചോറിനെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ കുറേ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. എന്തൊക്കെയായാലും മൂത്ത മകള് രണ്ടാമത്തെ മകളും ഭർത്താവും വീട്ടിൽ താമസാക്കിയപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കണം. മൂത്ത മകളും മരുമകനും കുട്ടിയും ആ വീട്ടിൽ നിന്ന് അകന്ന് പോവുകയാണ്. പ്രത്യേകിച്ച് മൂത്ത മകൾക്കിപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ, ആ കുട്ടി സീരിയലിൻ്റെ ഒരു ഭാഗമാണ്, ഒരു പുതിയ സീരിയലിൻ്റെ. അപ്പോൾ സീരിയൽ ആക്ട്രസ്സൊക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ളൊരു ലോകത്ത്. ഇപ്പോഴത്തെ അമ്മ, അച്ഛൻ, അനിയത്തിയുടെ ഹസ്ബൻഡ്, അനിയത്തി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ലോകത്തിനെ തന്നെ മറന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ, എവിടെ നിങ്ങൾ ഇത്ര നാൾ എല്ലാവരും ഒരുമിച്ച് കണ്ടിട്ട് എവിടെയാ കുട്ടി എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും തുറന്ന് പറയാൻ പറ്റുമോ? മക്കളെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് തുറന്ന് പറയാൻ പറ്റില്ല. ഒരു വീടാവും, മക്കളും അച്ഛനും അമ്മയായിട്ട് തല്ലുവിടും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇവരിത് പബ്ലിക് മീഡിയയിൽ പറയേണ്ടി വരുന്നതിൻ്റെ ഗതികേട് ഇവർ ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ടും ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു പൂച്ചക്കുട്ടി സ്ഥിരമായിട്ട് 2 ദിവസം കണ്ട് 3-ാമത്തെ ദിവസം കാണാതെ എവിടാ പൂച്ച, ഇങ്ങനെ അന്വേഷണം അതുവരെ ഫേസ് ചെയ്യേണ്ടത് ഇവരുടെ ഒരു ഗതികേട് തന്നെയാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറയാണ് കുഞ്ഞുണ്ടാവില്ല, അവർക്ക് താല്പര്യമില്ല, അവർ സ്വന്തമായിട്ട് ഓണം ആഘോഷിച്ചോളാം എന്നവർ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതൊക്കെ ആ കുട്ടി ഒരു ഫാമിലി ആയതാണ്, ഭർത്താവിൻ്റെ കുട്ടിയുണ്ട്, അവർക്ക് തന്നെ ഓണം ആഘോഷിക്കണം. ഇവരുടെ കൂട്ടത്തിൽ വന്നിരുന്ന് ഊണ് കഴിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. പ്രകടമായിട്ടുള്ളൊരു നീരസം അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ടാവും. എല്ലാ മക്കളും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എല്ലാ വീട്ടിലും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായി. എന്തായാലും അത് ചോദിക്കാനായിട്ട് ഒരുപാട് പേരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവുമായിട്ട് അവർ വന്നു എന്നുള്ളതാണ്. അതിൽ ആ അച്ഛൻ ചെറിയൊരു പോയിന്റ് പറയുന്നുണ്ട്, തിന്ന ചോറിന് നന്ദി കാണിച്ചില്ല എന്ന്. അത് അമ്മ അവരെ പറ്റിയല്ല, മക്കളെ പറ്റിയല്ല എന്നൊക്കെ ജനറലൈസ് ചെയ്യുന്നുണ്ട്. പൊതുവേ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞാലും അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അവരെ പറയുന്നതൊന്ന് കേൾക്കാം. അങ്ങനെ അതിപ്പോ മക്കളെ പറയാം, അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് മൊത്തത്തില്. ഇപ്പൊ നമ്മള് അവര് നമ്മളോട് നന്ദി അതൊന്നും നമ്മള് ചിന്തിക്കണില്ല. വിഷമങ്ങള് അത് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ നമ്മളോട് ഇപ്പോഴും ചോദിച്ച് നമ്മുടെ കമന്റിൽ വന്നിട്ട് പൊന്നിനെ കാണല് കേൾക്കുമ്പോ പിന്നെ പറഞ്ഞത് മൊത്തം കുഞ്ഞിന് കൂടിയിട്ടാണ്, കുഞ്ഞിനുണ്ട് ഇപ്പൊ പൊന്നിനുണ്ട് പൊന്നു. അപ്പൊ അതിന് വായിക്കുമ്പോ അതും പറയാം, അമ്മ ഞാൻ കാരനാണെന്ന് പറയണം, അമ്മ എല്ലാവരും കാണും. അതിന്റെ മനസ്സ് മേൽപ്പിച്ചത് അത് ഈ കാര്യത്തിൽ അവർ രണ്ടാമത്തെ മകളുടെ രോഗാവസ്ഥയെക്കുറിച്ച് വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട്. രണ്ടാമത്തെ കുട്ടി ചെറുപ്പത്തിൽ വലിയൊരു രോഗത്തിൽ നിന്ന് ആ കുട്ടിയെ ഇവർ തിരിച്ചു പിടിച്ചതാണ്. അത്രമാത്രം ത്യാഗവും ആസ്പത്രി കേസും ഒക്കെ ആയിട്ട് ഇവരുടെ ആ ഒരു ലൈഫ് കുറേ വർഷം ഈ കുട്ടിക്ക് വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു, ആ കുട്ടി ഗർഭിണിയായിരിക്കുന്നു, ഭർത്താവിൻ്റെ വീട്ടുകാർ കൈയൊഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടിയെയും ഹസ്ബൻഡിനെ ഈ അച്ഛനും അമ്മയും കയറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരായിരിക്കും അവർക്ക് അഭയം കൊടുക്കുക? പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖത്തിൻ്റെ ഹിസ്റ്ററിയുള്ള ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ അവളുടെ പ്രസവം എന്ന് പറയുന്നത് ആ അമ്മയുടെ മനസ്സിലും അച്ഛൻ്റെ മനസ്സിലും ഒരു തീ കോരിയിട്ട, അല്ലെങ്കിൽ ആ വരാൻ പോകുന്ന പ്രസവത്തിനെ പറ്റി അവർ അത്ര ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഏറ്റവും വലിയൊരു പേടിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ടെൻഷനോ ഈ ഒരു വിഷമമൊന്നും എവിടെ ഉണ്ടാവില്ല, ആ അമ്മയ്ക്ക് ഉണ്ടാവില്ല. അതായത് ആ ചെറുക്കൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവള് എൻ്റെ മോനെ മയക്കി കൊണ്ടുപോയി അവളുടെ വീട്ടിൽ വെച്ചൊക്കെയാണ്, അവള് ഗർഭിണിയായി, അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നുള്ള ഒരു മനസ്സാക്ഷി ഇല്ലായ്മയാണ് പ്രകടമായിട്ട് അവിടെ കാണുന്നത്. ഈവൻ നമ്മളായാലും നമ്മുടെ മകൻ്റെ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വളരുന്നുണ്ടെങ്കിൽ ആ മരുമകളെ ഏറ്റവും അധികം മകനേക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ആ മരുമകൾക്ക് എല്ലാ കരുതലും കൊടുത്ത് അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് മാനസികമായിട്ട് ഈ ബന്ധുക്കൾ വിട്ടൊഴിയും, ഞങ്ങളുടെ ഫാമിലി മൊത്തം, ഞങ്ങളുടെ കുടുംബം മൊത്തം കുളമാവും, വല്യച്ഛൻ ചെറിയച്ഛൻ മക്കൾ, അവരുടെ പാപ്പൻ മക്കൾ, അവരൊക്കെ അങ്ങോട്ട് പിണങ്ങും. ഇവരൊക്കെ കൂടിയിട്ടാണോ നമ്മൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളും നമ്മളല്ലേ സഹിക്കേണ്ടത്? അപ്പോൾ ഇവർ ഈ മരുമകളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് മകനെ ഉൾപ്പെടെ അങ്ങോട്ട് പുറന്തള്ളിയിട്ട് ഒരു വലിയൊരു വിജയം കാണിക്കുന്ന പോലെ കാണിക്കുന്നത് ശരിയാണ്? ഒട്ടും ശരിയല്ല. എന്തൊക്കെയായാലും ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് ഇവർ അച്ഛൻ അമ്മ 2 ആൺകുട്ടികളായിരുന്നു. ആ ആൺകുട്ടി ഒരു മരുമകളെ വിളിച്ചു കൊണ്ടുവന്നു, ഇവരെന്നെയാണ് ആ കുട്ടീനെ കയറ്റി താലപ്പൊലിയൊക്കെ എടുത്ത് സ്വീകരിച്ചത്. ആ കുട്ടി ഇപ്പോൾ ഗർഭിണിയാവുമ്പോൾ ഏറ്റവും അധികം സപ്പോർട്ട് കൊടുക്കേണ്ടത് ആരായിരിക്കും? അവരുടെ വീട്ടുകാരാണ്. പിന്നെ ഇപ്പുറത്തുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കുട്ടിയുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അവർ ആ കുട്ടിയെ എന്ത് വില കൊടുത്തും അവർ സംരക്ഷിക്കും, അവളുടെ പ്രസവാനന്തരം അവളെ നോക്കും. അത് കഴിഞ്ഞാൽ പക്ഷേ അവരൊരു കുടുംബമായിട്ട് അങ്ങനെ മാറിപ്പൊക്കോളും, അത് അവർക്കറിയാം. ഈ പ്രസവം വരെ ഒരു സപ്പോർട്ട് അവർക്ക് വേണ്ടോ, അത് കഴിഞ്ഞാൽ അവർ
ഒരു ചെറിയ വാടകയ്ക്ക് ഒരു വീടെടുത്ത് അവർ ആ കുഞ്ഞിനെയും കൊണ്ട് പിന്നെ അവരങ്ങനെ ജീവിക്കാൻ പഠിച്ചോളുന്നു. ഇതിപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളെ നോക്കാനും സ്വന്തമായിട്ട് ജീവിക്കാനും പണിയെടുക്കാനും ഒന്നും ഗർഭപാത്രത്തിൽ നിന്നേ പഠിച്ചു വരുന്നതല്ലല്ലോ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ പ്രസവത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു അസുഖമുള്ള കുട്ടി എന്നുള്ള നിലയ്ക്ക് ഒക്കെ വളരെ തീ കോരിയിടുന്ന ഒരു അനുഭവത്തിൽ കൂടെയാണ് ആ അച്ഛനും അമ്മയും പോണത്. അപ്പോൾ അവർക്ക് ആ മകളെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. മൂത്ത മകളും ഹസ്ബൻഡും ഓണത്തിന് വന്നില്ല എന്നുള്ളത് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയമല്ല. കാരണം അവർ പർപ്പസ്ഫുള്ളി അവരെ അകറ്റി നിർത്താനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എന്തായിരിക്കും, ഇപ്പോൾ ഈ രണ്ടാമത്തെ മകളും ഭർത്താവും ഇവിടെ വന്ന സ്ഥിതിക്ക് അതിലൊരു നീരസം അവർക്കുണ്ടാവും. കാരണം ഓൾറെഡി ഇവരൊക്കെ നീരസപ്പെട്ടിട്ടാണ് ആ വിവാഹം തന്നെ നടക്കാതെ പോവുകയും ഈ രണ്ടാമത്തെ മകളും ഹസ്ബൻഡ് ഒരു ഒളിച്ചോടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതും അത്രമാത്രം പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു. പരസ്പരം ഒരുപാട് ഇവർ ചളി വാരി എറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകളൊക്കെ ഇവർ മുമ്പേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മൂത്ത മകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പണിയാണ്. കാരണം ഗർഭിണിയായിട്ടുള്ള ഒരു അനിയത്തി അവളുടെ ഹോസ്പിറ്റൽ കേസിൽ നോക്കേണ്ടി വരും. അച്ഛനും അമ്മേനെയും സപ്പോർട്ട് ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും അവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അധികം നമ്മളുടെ സാന്നിധ്യം വേണ്ട സമയത്ത് അതൊരു പിണക്കത്തിൻ്റെ പേര് മാറി നിന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരിതിനൊക്കെ മറികടക്കും കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ കൂട്ടരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും ഈ കുട്ടിയെ അകറ്റി നിർത്തിയിട്ടുള്ള ഈ കൂടപ്പുറപ്പിൻ്റെ വീട്ടുകാരായാലും ചിന്തിക്കുന്നത് എന്താ, ഒന്നും നടക്കട്ടെ അത് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതൊക്കെ മറികടക്കും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രസവം എന്ന് പറയുന്നത് അതൊരു ദൈവിക സാന്നിധ്യമുള്ള കാര്യമാണ്. അവളുടെ അച്ഛനും അമ്മയും അതിന് സദാ സപ്പോർട്ടായിട്ടുണ്ട്. അതൊക്കെ അവർ മറികടന്ന് അവർ ഇൻഡിവിജ്വലായിട്ട് നന്നായി ജീവിക്കാൻ തുടങ്ങും. അവരുടെ ഈ സമയമൊക്കെ മാറും. പക്ഷെ അപ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ പിന്നെ ചെല്ലുമ്പോഴാണ് ഈ ബന്ധങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് ഈ ഇതുണ്ടാവണം. നമ്മളെ ഏറ്റവും അധികം ആപത്തിലാണ് ഏറ്റവും അധികം സപ്പോർട്ടായിട്ട് ചെല്ലേണ്ടത് എന്നുള്ളതാണ്. മൂത്ത മകളും രണ്ടാമത്തെ മകളും തമ്മിലാണോ, മൂത്ത മകളുടെ ഹസ്ബൻഡും രണ്ടാമത്തെ മകളുടെ ഹസ്ബൻഡും തമ്മിലാണോ, എന്താണ് അവരുടെ ഫാമിലി ഇഷ്യൂ എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്. അത് കാണുന്നവർക്കും മനസ്സിലാവും, അല്ലാത്തവർക്കും മനസ്സിലാവും. എന്തൊക്കെയായാലും ഇതിൻ്റെ ഏറ്റവും അധികം ശോകാർത്ഥമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ജീവിതത്തിലേക്ക് വളരെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്ന ഒരു മകളാണ്, അല്ലെങ്കിൽ ഒരു അനിയത്തിയാണ്, അല്ലെങ്കിൽ ഒരു മരുമകളാണ് ആ പെൺകുട്ടി. അവളെ എല്ലാ രീതിയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഈ ഒരു സമയത്ത് അവളെങ്ങനെയെങ്കിലും ചെയ്തോട്ടെ, എൻ്റെ മോനടക്കം അവളങ്ങനെ അങ്ങോട്ട് ബുദ്ധിമുട്ടട്ടെ എന്ന് പറയുന്നൊരു ഭർത്താവിൻ്റെ വീട്ടുകാർ, സ്വന്തം കൂടപ്പിറപ്പ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ കുട്ടിയെ സർവാത്മന ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയത്ത് അവരെ ഇങ്ങനെ അവഗണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമാണ്. എന്തായാലും ആ അമ്മയുടെ അച്ഛൻ്റെ ആ ഒരു നിലപാടുണ്ടല്ലോ, അത് എനിക്ക് അഭിനന്ദിക്കാതെ വയ്യ. അവരെന്തൊക്കെ ആരൊക്കെ പിടങ്ങിയാലും എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സ്നേഹവും സഹതാപവും കരുണയും കരുതലും ഒക്കെ ആ രണ്ടാമത്തെ മകൾക്കുള്ളതാണ്. അവരെ അഭയം തേടി വരുമ്പോൾ അവരെ സർവാത്മന അവർ സ്വീകരിക്കുന്നു. അവർക്ക് വേണ്ട രീതിയിലൊക്കെ ആ വീട്ടിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു. അവളുടെ പ്രസവത്തിന് അവർക്ക് എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാനായിട്ട്. ഈ അച്ഛനും അമ്മയും നല്ല അവസ്ഥയിലൊന്നുമല്ല, അതും ചിന്തിക്കണം. അവർക്ക് താഴെയുള്ള 2 കുട്ടികളെ നോക്കണം. എങ്കിൽ പോലും ഇത് അവരുടെ ഒരു കടമ തന്നെയാണ് എന്നുള്ള രീതിയിൽ അവർ സർവാത്മന അതിനെ സ്വീകരിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.